ഹായ്. ചില മനുഷ്യരുണ്ട്, അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ ലൈഫിലെ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് ടൈം, കുറച്ച് നിമിഷങ്ങൾ നമുക്ക് തരും. എന്നിട്ട് നമ്മുടെ മുഴുവൻ സന്തോഷങ്ങളെയും ഇല്ലാതാക്കി, നമ്മുടെ മുഴുവൻ നിമിഷങ്ങളെയും കവർന്നെടുത്ത് മാറി നിൽക്കും. അവർ നമ്മിൽ നിന്ന് ഓടി മറയും. എത്ര കിട്ടിയാലും പഠിക്കാത്തവരുണ്ട്, അവഗണിച്ചാലും പിറകെ പോകുന്നവർ. അത് ആ മനുഷ്യരുടെ കുഴപ്പമല്ല. തൻ്റെ ഇണയെ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം തീർന്നാലും, അവർ വിട്ടുപോയാലും തിരിച്ചുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് കൂടിപ്പോയത് കൊണ്ടാണ്. പറ്റിക്കാനും അവോയ്ഡ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ടുമാണ്. വേണ്ടെന്ന് പറഞ്ഞു പോയവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും കാല് പിടിക്കാനും ഇരന്ന് വാങ്ങിക്കാനും നിൽക്കരുത്. അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹമോ സഹതാപമോ ഉണ്ടാവില്ല. വെറും പുച്ഛം മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ സമയം വെറുതെ പോവുകയും ചെയ്യും. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ തിരിച്ചു നടന്നേ പറ്റൂ. എല്ലാം മറക്കണം. പുതിയ ലൈഫിൻ്റെ ചുവടുകൾ പിഴക്കാതെ ആടണം. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരാലാണ് നിങ്ങൾ നിങ്ങളെ ഈ വിധത്തിലാക്കിയത്. നിങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകി, സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാർത്തി, കൈപിടിച്ച് നടത്തി. അവസാനം കണ്ണിലെ പ്രതീക്ഷയും തിരിനാളവും അവർ തന്നെയായിരുന്നു. പിന്നീട് അവർ വിട്ടുകളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ അവർ കൊണ്ടുവന്നപ്പോൾ എല്ലാം തകർന്നത് നിങ്ങളുടെ മനസ്സാണ്. മുറിവേറ്റത് നിങ്ങൾക്ക് മാത്രമാണ്. ഇവിടെ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മറക്കാൻ മനസ്സിനോ ഹൃദയത്തിനോ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തന്നെ നിന്ന് അറ്റാക്ക് വരുത്തുന്നത് എന്തിനാണ്? നിങ്ങളുടെ സന്തോഷം, പുഞ്ചിരി നിലച്ചിടത്തേക്ക് വീണ്ടും വീണ്ടും കയറി ചെല്ലാതിരിക്കുക. നിങ്ങളുടെ കണ്ണിലെ പ്രതീക്ഷയും കിനാവും ഇല്ലായ്മ ചെയ്തവരിലേക്ക് വീണ്ടും വീണ്ടും യാചിച്ചു പോകാതിരിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരോട് നിങ്ങൾക്ക് പൊറുക്കാനും ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നില്ലെങ്കിൽ ആ ഇടങ്ങളിലേക്ക് ഒരിക്കലും വീണ്ടും തിരിച്ചു നടന്നു പോകരുത്. ഇവിടെ നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ആരെന്ത് പറയും, ഇവരെന്ത് പറയും, നാട്ടുകാരോട് ഞാനെന്ത് മറുപടി പറയും എന്നൊന്നും ഓർത്ത് മടിച്ച് അല്ലെങ്കിൽ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം അനുഭവിച്ചത് മുഴുവനും നിങ്ങളാണ്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കേട്ടറിഞ്ഞവർക്കുമൊക്കെ ഇതൊരു കഥ മാത്രമാണ്. അനുഭവിച്ച നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ വേദനയും ആഴവും വിങ്ങലും മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ മാത്രം വേദനിച്ചിട്ടുണ്ടെങ്കിൽ, മറക്കാനും പൊറുക്കാനും പറ്റുന്നില്ലെങ്കിലും ഇറങ്ങിയേ മതിയാകൂ. ഇറങ്ങുക തന്നെ വേണം. നിങ്ങളിലുള്ള ബാക്കി ജീവിതവും നന്മയും കൂടെ നഷ്ടപ്പെടുത്താൻ ആ മനുഷ്യൻ കാരണമാവുന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേദനയും നൊമ്പരവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിയേഴ്സ്, നിങ്ങളുടെ നിഷ്കളങ്കമായ ആ പുഞ്ചിരി, സന്തോഷം നഷ്ടപ്പെടുത്തിയ ഇടത്തേക്ക്, ആ വ്യക്തികളിലേക്ക് വീണ്ടും തിരിച്ചു കയറാതിരിക്കുക, തിരിച്ചു നടക്കാതിരിക്കുക. ബൈ മോട്ടിവേഷൻ മലയാളം.